ഇന്ന് ഞാൻ ഈ പേപ്പർ പ്ലേറ്റ് കൊണ്ട് നമുക്ക് വോളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്ന ഡെക്കർ എങ്ങനെയാണ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ഇതിന് നമുക്ക് ഈ പേപ്പർ പ്ലേറ്റ്, പിന്നെ ഇതുപോലുള്ള അക്രിലിക് പെയിൻറ്റ്സ്, പിന്നെ അത് പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷ്, ഇത്ര മാത്രം സാധനം നമുക്കിതിന് ആവശ്യമുള്ളൂ. വളരെ ചിലവ് കുറഞ്ഞൊരു സംഭവമാണ്. കാര്യം നമുക്ക് ഈ പേപ്പർ പ്ലേറ്റ് വളരെ 5 ദിർഹത്തിന് തന്നെ ഒരുപാടുള്ളൊരു ഇതായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് പിന്നെ ഈ പെയിൻ്റ് ആണെങ്കിലും നമ്മളൊരു തവണ മേടിച്ചാൽ നമുക്ക് കുറേ പെയിൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഇഷ്ടമുള്ള കളറ് ഏതാണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ സുഖമായിട്ട് പെയിൻറ്റ് ഇങ്ങനെ ഇരുന്നോളും. കാര്യം ഇത് കോംപ്ലീറ്റ് ആയതുകൊണ്ട് സുഖമായിട്ട് പെയിൻറ്റ് അടിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ പെയിൻ്റ് അടിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൽ ഞാൻ ഒരു ബട്ടൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടണിന് ഉണ്ടാവുന്ന ആ 4 ഹോളുണ്ടല്ലോ, അതുപോലെ ഒന്ന് വരച്ച് പിടിപ്പിക്കേണ്ട. അപ്പോൾ അതിന് ഡാർക്ക് കളർ റെഡ് ആയതുകൊണ്ട് അതിൽ കാണാവുന്നതായിട്ടുള്ളൊരു കളർ എടുക്കുകയാണ്. ശരിക്കും വൈറ്റ് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ വൈറ്റ് പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ യെല്ലോ ആണ് ഉള്ളത്. അപ്പോൾ യെല്ലോ ആണ് ചെയ്യണത്. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ എനിക്കിങ്ങനെ തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം. യെല്ലോ കളർ ഇങ്ങനെ ചെയ്യാം. ഇപ്പം ഇത് കാണുമ്പോൾ ഒരു ബട്ടൻ്റെ ഒരു ലുക്ക് തോന്നട്ടെ. ഇപ്പം ഇങ്ങനെ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള മറ്റ് കളേഴ്സ് വെച്ച് ചെയ്തതാണത്. അപ്പോൾ ഇത് നമ്മൾ വോളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ വോളിൽ ഇങ്ങനെ ബട്ടൺ ഇരിക്കുന്ന പോലുള്ളൊരു ഫീലിങ്, നമുക്ക് വാളിനൊരു ഭംഗിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.